നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഒന്നിനും വയ്യാത്ത ഒരു പാഴ് ജന്മം. എത്ര കുട്ടികളെ പഠിപ്പിച്ചതായിരുന്നു. ഒരുപാട് പേരെ ചൂരല് കൊണ്ട് തല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തോന്നുക ആ പിള്ളേരെ അങ്ങനെ തല്ലേണ്ടിയിരുന്നില്ല. അതിന്റെ ശിക്ഷയായിരിക്കും ഈ കൈക്ക് കിട്ടിയത്. കൊടും ശിക്ഷ. അങ്ങനെ പിള്ളേരെ വെറുതെ തല്ലിയതല്ല അപ്പച്ച, അവര് നന്നാൻ വേണ്ടി ചെയ്തല്ലോ. ആകെ ഒരു ശൂന്യതയാ. നീയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല അപ്പച്ച. പക്ഷെ അമ്മച്ചി നമ്മളെ രണ്ടുപേരെ വിട്ട് നേരത്തെ അങ്ങ് പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല. എന്റെ അമ്മച്ചി പോയ പിന്നെ അപ്പച്ചനൊന്നും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ രണ്ടുപേരുടെ സമാധാനം കളയാൻ അപ്പച്ചന്റെ അനിയ അലക്സ് തന്നെ മതിയല്ലോ. സമ്പത്ത് അധികമായാലും പ്രശ്നമാണ്. ഈ സ്വത്ത് കൂടി അവന്റെ പേർക്കാക്കി എടുക്കണം. അതാ അവന്റെ പ്ലാന്. എന്തിനാ? ആർക്ക് വേണ്ടി? ആകെ ഒരു മോളുണ്ട്, അവളങ്ങ് കാനഡയിലുമാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പറ്റില്ല എന്ന് മാത്രം നീ എന്നോട് പറയരുത്. എന്നതാ അപ്പച്ച, നമ്മൾ തമ്മിലൊരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടാവും, നിന്റെ താഴെ നിനക്കൊരു പെങ്ങളും കൂടി ഉണ്ടായിരുന്നു. അലീല മോള്. അവള് സുന്ദരിയായിരുന്നു, ഒരു മാലാഖയെ പോലെ. അന്നത്തെ തീപിടുത്തത്തിൽ നിന്നോടൊപ്പം അവളും ആശുപത്രി കിടക്കയിലുണ്ടായിരുന്നു. പാവം, നമുക്ക് ഭാഗ്യമില്ലാതായി പോയടാ. എന്നാ അപ്പച്ച ഈ അപ്പച്ചൻ വീണ്ടും കരയിപ്പിക്കാനായിട്ട്? ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഈ ഏകാന്തത താങ്ങാൻ എനിക്കാവുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, എന്നെ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടുവന്നാക്ക്. എന്നിട്ട് ഇനിയുള്ള കാലം നീ സുഖമായിട്ട് ജീവിച്ച് തീർക്ക്. ഇത്രേ ഉള്ളൂ അല്ലേ അപ്പച്ച? ഈ മനസ്സങ്ങനെ നീറിപ്പോയ അന്ന് ഈ വീടിന് തീ പിടിച്ചപ്പോ മുറിക്കുള്ളിൽ പേടിച്ച് കരഞ്ഞത് ഞങ്ങളെ എടുത്ത് അപ്പച്ചൻ ആശുപത്രിക്ക് ഓടി ഓട്ടമുണ്ടല്ലോ, അതിന്ന് എന്റെ മനസ്സിലുണ്ട്. അർദ്ധബോധാവസ്ഥയിൽ രണ്ടാം ജന്മം എനിക്ക് കിട്ടിയപ്പോ എന്റെ അലീന മോള് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ഊർജിത രൂപത്തിന് മുന്നിൽ കൈ വിരിച്ച് പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചിന്റെ അത്രയൊന്നും വരില്ല അപ്പച്ച. എന്റെ ശരീരത്തിൽ രക്തം ഒഴുകുന്നിടത്തോളം കാലം എന്റെ അപ്പച്ചനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇതെന്റെ വാക്ക്. അയ്യേ, അന്ന് കരയ പോട്ടെ പോട്ടെ. ഇനി ഒരിക്കലും ഞാൻ പറയില്ല, ഒരിക്കലും ഞാൻ അങ്ങോട്ട് പറയില്ല കേട്ടോ. വക്കീലേ, എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ വക്കീലിന് അറിയാവുന്ന കാര്യമല്ലേ? എന്നാലും ഒരിക്കൽ കൂടി പറയുക, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും എൻ്റെ ഹണിമൂൺ മാത്രമേ. എൻ്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ അവളിലാണ്. പക്ഷേ കാര്യം അതല്ല. എൻ്റെ ചേട്ടച്ചാനുണ്ടല്ലോ, ആ സ്റ്റീഫൻ, അങ്ങേർക്ക് എന്നേക്കാൾ 2 ഇരട്ടി സ്വത്താണ്. അങ്ങേരെ മകൻ ജോണിക്കുട്ടിയെ ഒരു വഴിക്കാക്കിയിട്ട് അവരുടെ സ്വത്തുകൾ മുഴുവൻ എൻ്റെ പേരിലാക്കും. അതാ എൻ്റെ പേരിലായിക്കഴിഞ്ഞാൽ എന്നെ കാണുന്നവരൊക്കെ അലക്സ് മുതലാളി എന്ന് വിളിക്കും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമൊക്കെ. അവരെ എങ്ങനെ ഒഴിവാക്കാൻ എളുപ്പമൊന്നും സാധിക്കില്ല. കാരണം നിയമപരമായി അവർക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഇനി അവർ പോലും അറിയാതെ സ്വത്തുക്കൾ സൂത്രത്തിൽ നമ്മുടെ പേർക്ക് മാറ്റി എഴുതണം. അതല്ലേ അലക്സിന്റെ ആഗ്രഹം? പിന്നെ ഈ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ വൈഫ് പിണങ്ങി അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയുന്നുണ്ട്, വക്കീൽ വിഷമമൊന്നും വിചാരിക്കരുത്.
എന്ത് കാര്യം തുറന്നു പറഞ്ഞോളൂ. നമുക്കൊരു കള്ള ആധാരം ഉണ്ടാക്കിക്കൂടെ? താങ്കൾ എന്തറിഞ്ഞിട്ടാ? ഭാവിയിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നേരായ വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്തായാലും ഞാൻ ഇറങ്ങാം. എന്റെ കാലത്തെ ഓഫീസിൽ ക്ലയന്റുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം ഞാൻ പറയാം. എന്താ, ഇറങ്ങട്ടെ? ഓക്കെ. ഈ ഒരു കാര്യത്തിന് ഒരു വക്കീലിന്റെ ആവശ്യം നമുക്കുണ്ടോ? പിന്നെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും? അതുകൂടി പറ. ഒരുപാട് വഴികളുണ്ട്. ഈ രണ്ടെണ്ണത്തിന് നമുക്ക് തട്ടിക്കളയാൻ ഛേ, എന്ത് മണ്ടത്തര താനീ പറയുന്നത്? കേട്ടപ്പോൾ എനിക്കും അത് നല്ലതാണെന്ന് തോന്നി. എങ്കിലേ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാവും. അലക്സ് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ ചെയ്തു തീർക്കാം, അല്ലേ ജിമ്മി? യെസ്. ഒരു കാർ ആക്സിഡന്റ്. നാട്ടുകാരനായ ഒരു റിട്ടയർഡ് അധ്യാപകൻ സ്റ്റീഫനും മകൻ ജോളിക്കുട്ടിയും ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അഗാധമായ ഒരു പൊക്കയിലേക്ക് മറിഞ്ഞ് മരണപ്പെടുന്നു. ഇതാണ് പിന്നെ നാട്ടിലെ വാർത്ത. ഇതെങ്ങനെ നടപ്പിലാക്കും? അതിനാണോ വഴിയില്ലാത്തത്? സ്റ്റീഫൻ ഉപയോഗിക്കുന്ന കാർ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്ന വണ്ടി എന്തോ ചെറിയൊരു തകരാറ് എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരുന്നു. ബ്രേക്ക് പൈപ്പ് മെല്ലെ പൊട്ടിക്കുന്നു. ബുദ്ധി ഉപയോഗിക്കണം. അവനെ കാറിൽ കയറ്റണം. നമ്മൾ വിചാരിച്ചാൽ അവരെ കാറിൽ കയറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. എവിടെയും ഒരു കുഴപ്പവും സംഭവിക്കരുത്. ദാ ആ കാര്യത്തിൽ അലക്സ് പേടിക്കണ്ട. ദാ ഈ ജിമ്മി ഇതെല്ലാം ഭംഗിയായി ചെയ്തോളൂ. നമ്മുടെ അടുത്തൊരു ഫൊറോറ പള്ളിയില്ലേ, അതിലൊരു പുതിയ വികാരിയച്ഛൻ വന്നിട്ടുണ്ട്, ഫാദർ ഗബ്രിയൽ. നല്ലൊരു പാട്ടുകാരനാണെന്ന് എല്ലാവരും പറയുന്നത്. ഈ സ്റ്റീഫൻ സാറ് ഈ അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. പഴയ വിദ്യാർത്ഥിയെ കാണാൻ സ്റ്റീഫൻ സാറും മകനും നമ്മൾ ബ്രേക്ക് നഷ്ടപ്പെടുത്തി അവരെ സ്വന്തം കാറിൽ യാത്ര ആരംഭിക്കുന്നു. അവിടെ സുഖം. എങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ സ്ഥലം എൻ്റെ സ്വന്തം പേരിലായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞാൻ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതായിരിക്കും. അത് വല്ലതും പ്രത്യേകം പറയണം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഓക്കെ, അങ്ങനെ ആകട്ടെ. മണ്ടന്മാർ. ആ വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിലായി കഴിഞ്ഞാൽ അവന്മാരൊന്നും ഞാൻ ഈ കോമ്പൗണ്ട് വാളിനുള്ളിൽ പോലും കയറ്റില്ല. എല്ലാം എനിക്ക് വേണം. എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് ഇതുകൂടി സമ്പാദിക്കണം. അവൾ ലീവിന് കാനഡയിൽ നിന്ന് വന്ന് വരുമ്പോൾ അവൾ ഞെട്ടണം. അപ്പച്ചനൊന്ന് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. എന്താടാ മോനെ? കുറേ നാളായില്ലേ അപ്പച്ച പള്ളിയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. ഇത് ഡിസംബർ മാസമല്ലയോ, ക്രിസ്മസ് ഇങ്ങ് അടുത്തില്ലയോ? നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഫൊറോന പള്ളിയിലൊന്ന് പോയിട്ട് വന്നാലോ അപ്പച്ച? അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്രാവശ്യം പാതിരാ കുർബാനയ്ക്ക് നമ്മുടെ ഫൊറോന പള്ളി തന്നെ പോയേക്കാം. എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം. അവിടെ പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ടത്രേ. വലിയ പാട്ടുകാരനാ അച്ഛൻ. ഞായറാഴ്ച ദിവസങ്ങളിൽ പിള്ളേരെയൊക്കെ പാട്ട് പഠിപ്പിക്കും അത്രേ. ഒരു ഫാദർ ഗബ്രിയൽ. ഫാദർ ഗബ്രിയൽ, പാട്ടുകാരൻ അച്ഛൻ. എൻ്റെ സമർത്ഥനായ സ്റ്റുഡൻറ്. 10ാം ക്ലാസ്സിൽ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒടുവിൽ നമ്മുടെ ഫൊറോന പള്ളിയിലും എത്തിയല്ലേ. എങ്കിൽ ക്രിസ്മസ് വരെ ആകണ്ട, നമുക്ക് ഇന്ന് തന്നെ കാണാൻ പോയേക്കാം നമ്മുടെ ഗബ്രിയൽ അച്ഛനെ. ഇന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പച്ച. പക്ഷേ അപ്പച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി സർവീസിന് കൊടുത്തില്ലായിരുന്നോ? മറ്റേ വണ്ടിയിലാണെങ്കിൽ അപ്പച്ചൻ കയറൂല. ആ വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിക്ക് എന്നതാ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വിളിക്കാൻ നമ്മുടെ ജിമ്മി അങ്ങ് പോയേക്കുവാ. സാരമില്ല,
എല്ലാ കുഴപ്പങ്ങളും തീർത്ത് നമ്മൾ രണ്ടുപേരും ആ പാട്ടുകാരൻ അച്ഛനെ കാണാൻ പോകുന്നു. എന്നാ എന്നാ പിന്നെ നമുക്ക് അത്താഴം കഴിച്ച് നേരത്തെ തന്നെ കിടക്കാം. കാലത്ത് തന്നെ പോകണ്ടല്ലയോ? ഞാനെപ്പോഴാ റെഡി. എന്നാ വാ അപ്പച്ച. അപ്പച്ച എത്ര രാവിലെ തന്നെ എഴുന്നേറ്റ്? കൊള്ളാലോ, സുന്ദരനായിട്ടുണ്ട്. ആ പഴയ സ്റ്റീഫൻ സാറിന്റെ പ്രവൃത്തി ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഞാൻ മോനാണെന്ന് പറയുന്നത് കുറച്ചിലാവോ? ഒന്ന് പോടാ. എടാ മോനെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു. നമ്മുടെ കാറിൻ്റെ അടുത്ത് ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടായിരുന്നു. നിന്റെ അമ്മ. അവളെന്നെ കാറിൻ്റെ അടുത്തേക്ക് മാടി വിളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഔട്ടായി. അപ്പച്ചൻ പോയി കാലിലോട്ടിരുന്നേ, ഞാൻ ഈ വീട് കൂട്ടിയേച്ച് വരാം. എന്നാ പണിയാ അപ്പച്ചാ കാണിക്കുന്നത്? എന്നത്തിനാ പുറകിലിരിക്കുന്നത്? ആ സ്വപ്നത്തിന് ഒരു വാക്ക് കൂടി ഉണ്ടായിരുന്നടാ. മുമ്പിലത്തെ സീറ്റിൽ നിന്റെ അടുത്ത് പെങ്ങൾ അലീന കൂടി ഉണ്ടായിരുന്നടാ. നമ്മൾ 4 പേരും കൂടി ഒരുമിച്ച് ആ കാറിൽ ആകാശത്തേക്ക് പറന്ന് പറന്ന് പോയി. അങ്ങകലെ ശൂന്യാകാശത്ത് 4 നക്ഷത്രങ്ങളായി നമ്മൾ മാറി. ഈ സ്വപ്നം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പച്ച. സ്വപ്നം മനോഹരമായി തന്നെ ഇരിക്കട്ടെ. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വണ്ടിയിൽ പോകണ്ട, നമുക്ക് ആ കാറിൽ പോവാം. എന്നാ അപ്പച്ചൻ വന്നേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം 1000 സൂര്യനെ വെല്ലും
വെല്ലുന്ന ശോഭയെ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ കൈലാളി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നെ ഞാൻ കാണും നിന്റപ്പായേ കാണും നിന്റപ്പായേ ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണും നിന്റപ്പായേ കാണും നിന്റപ്പായേ. ആരാ അത്? എൻ്റെ സ്റ്റീഫൻ മാസ്റ്റർ അല്ലേ? മാഷിന് സുഖം തന്നെയല്ലേ? എന്തു സുഖം അച്ചോ. വലിയൊരു വീട്ടിൽ 2 പാഴ്ജന്മങ്ങൾ. 4 പേരായിരുന്നു. അതിൽ 2 പേര് നേരത്തെ അങ്ങ് പോയി. ഈയിടെയായി ഈ കൈക്ക് ഒരു വിറയലിൻ്റെ അസുഖം തുടങ്ങി. ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനൊക്കെ തന്നെയാണ് മാഷേ. കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ നാം എല്ലാം അനുഭവിച്ചേ തീരൂ. സാരമില്ല, ഇടയ്ക്കൊക്കെ പള്ളിയിലേക്ക് വന്നോളൂ. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നും കരച്ചു തന്നെയാണ് അച്ഛൻ. കാലത്ത് മുഴുവൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. വൈകുന്നേരം ആകുമ്പോൾ ആകെ സങ്കടമാണ്. പിന്നെ ഞങ്ങളെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അപ്പച്ചൻ്റെ അനിയൻ അലക്സും കുറേ കൂട്ടാളികളും. ഒന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒന്നർത്ഥ മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു തരം ശൂന്യതയാണ്. ആകെ ഒരു ഇരുട്ട്. എല്ലാ ഇരുട്ടകറ്റാനും ഒരു ചെറിയ വെളിച്ചം മതി. കണ്ടില്ലേ, ഈ ഇടവകയിലെ കുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയതാ. ഇപ്പോൾ എല്ലാവരും സ്മാർട്ടായി. എൻ്റെ ഈ രോഗമൊന്ന് മാറ്റിത്തരാൻ തമ്പുരാനോടൊന്ന് പറയാമോ? ക്രിസ്മസ് ഇങ്ങ് അടുത്തില്ലേ. ഉണ്ണീശോയോട് പറഞ്ഞ് എൻ്റെ രോഗമൊന്ന് മാറ്റിത്തരാൻ ഈ കുട്ടികളോടൊപ്പം അച്ഛനും കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇനി മുതൽ വിഷമം വരുമ്പോൾ എല്ലാം ദാ ആ കുരിശിലേക്ക് വെച്ച് കൊടുക്കുക. എൻ്റെ മാഷ തളരരുത്, അതെനിക്ക് സഹിക്കാനാവില്ല. സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചു. ഇനി ഇടയ്ക്കൊക്കെ വരാമല്ലോ. അച്ഛൻ അതുവഴി പോവുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിലേക്കും കൂടി ഒന്ന് കയറണേ. ആരാത്? എന്റെ അലീന മോളല്ലേ അത്? നോക്കിയടാ ചോടിക്കുട്ടിയെ, നമ്മുടെ അലീന മോളല്ലേടാ അത്? ഇല്ല അപ്പച്ച, അത് അലീനല്ല. ആര് പറഞ്ഞു ഇതെന്റെ അലീന മോള് തന്നെയാ? നിനക്ക് തെറ്റിയാ? മോളേക്ക് വന്നേ. അലീന മോളെ, അപ്പത്തിന്റെ അടുത്തേക്ക് വാ. മോളെ, ഉണ്ണീശോ. ഈ ലോകത്തിൽ ഉണ്ണീശോയ്ക്ക് പറക്കാൻ സ്ഥലം കിട്ടായിട്ടല്ല, എങ്കിലും ഉണ്ണീശോ പറഞ്ഞത് വെറും ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ജീവിതവും. ഒടുവിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടതും നമുക്ക് വേണ്ടിയായിരുന്നു. മോൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ആരും ആർക്കും അന്യരല്ല അപ്പച്ച. ദേ കണ്ടോ, ഈ ഉണ്ണീശോയുടെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തൊരു പുഞ്ചിരിയാ. ഈ പുഞ്ചിരി മുറിയാതെ ലോകം മുഴുവനും പകർത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ ലോകത്തിൽ യുദ്ധമുണ്ടാകില്ല. ഇന്നാ ഉണ്ണീശോയെ പിടിച്ചുകൊള്ളൂ, കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചോളൂ. ഇല്ല മോളെ, എനിക്ക് സാധിക്കില്ല. എന്റെ കൈകൾ വിറക്കിട്ട് കണ്ടില്ല മോളെ. നമ്മൾ സാധിക്കില്ല എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ദൈവം സാധിച്ചു തരും. സാധ്യതകൾ എല്ലാം അവസാനിക്കുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാതെ ഒരത്ഭുതം ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. മാഷ് ധൈര്യമായി പിടിച്ചോളൂ, ഒന്നും പേടിക്കണ്ട. എന്റെ കൈയുടെ എല്ലാ അസുഖവും മാറി. എന്താ ഇവിടെ സംഭവിച്ചേ മോളെ?
എന്തത്ഭുതം അവിടെ സംഭവിച്ചേ? ഈ പള്ളിയിലോട്ട് വരാൻ ഗബ്രിയേൽ അച്ഛൻ നിമിത്തമായി. മുന്നിലുള്ള ശൂന്യമായ വഴികൾ നോക്കി നെടുവീർപ്പിട്ടിരുന്ന ഞങ്ങൾക്ക് ഉണ്ണി ഈശോ വെളിച്ചു നയി. നന്ദിയുണ്ട്. മറക്കുകയല്ല അച്ഛോ, ഒരിക്കലും മറക്കുക. 2025 വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. മാഷ് ധൈര്യമായിട്ട് പൊക്കോ. ഈ ഉണ്ണീശോയെ കൂടെ കൊണ്ടുപോയിക്കൊള്ളൂ. ഏത് സമയത്താണോ മാഷിന് വിഷമം തോന്നുന്നത്, അപ്പോൾ ഈ ഉണ്ണീശോയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. നിഷ്കളങ്കമായ ചിരിയിൽ മാഷിന്റെ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകുന്നതറിയാം. നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നീ ഞങ്ങൾക്ക് അലീനമോള് തന്നെ. നല്ല ഓർമ്മകളുമായി ഞങ്ങൾ പോവുകയാണ്. തീർച്ചയായും മാഷ് ഇടയ്ക്കൊക്കെ വരണട്ടോ. ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഈ ഫൊറോന പള്ളിയിൽ ഞങ്ങൾ ഇനിയും വരും. അലീനമോളെ വീണ്ടും കാണാം. നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. ആ വർക്ക്ഷോപ്പുകാരൻ അറിയാതെ ബ്രേക്ക് പോയ കാറെടുത്ത് ഓടിച്ച്. ഭാഗ്യം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. എന്നാലും വണ്ടിക്ക് നല്ല പണിയായി. ഭാഗ്യം കൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല. വേറെ ചിലതൊക്കെ കേട്ടിരുന്നു. ആ സ്റ്റീഫന്റെ അസുഖം മാറിയെന്ന് പറയുന്നുണ്ടല്ലോ. ആ പാട്ടുകാരൻ അച്ഛൻ്റെ കൂടെ സ്ഥിരമായി നിൽക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എങ്കിൽ ആ കാര്യം എത്ര എളുപ്പമായിരുന്നു. ആ സ്ഥലം അലക്സിന്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. എല്ലാം പോയേ, എല്ലാം പോയേ. ഞാൻ എന്തിനു ജീവിക്കണം? ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു? ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. വാ, നീ വിഷമിക്കണ്ട, അങ്ങോട്ട് ഇരിക്കുക. അങ്ങോട്ട് വാ, എല്ലാം ശരിയാക്കി ഇവിടെ ഇരിക്കുക. എന്താ ഇരിക്കുക? അയ്യോ, ഇങ്ങനെ വിഷമിക്കണ്ട. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇനിയും കുറേ സൂത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഗുണ്ടകളെ ഇറക്കി ഭീഷണിപ്പെടുത്തി സ്ഥലം നമ്മുടെ പേർക്ക് എഴുതി വാങ്ങാം. എന്താ, സമ്മതാണോ? എനിക്കിനി സ്വത്തും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഒരു വാലും തുമ്പും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അലക്സേ? ഒന്ന് തെളിച്ചു പറയാൻ. അത് ഞാൻ എങ്ങനെ പറയും? എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന്. ഇതിലും വലുതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണോ? ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ സമാധാനപ്പെടും. എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഞാൻ ആറ്റു വളർത്തി എൻ്റെ പൊന്നു മോളുണ്ടല്ലോ, അവൾ എത്ര പാവമായിരുന്നു. ഇപ്പോ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തരെയും കെട്ടി അവൻ്റെ കൂടെ പൊറുക്കുക. അതിനിപ്പോ എന്താ വിഷമിച്ചിട്ട് കാര്യം? പെമ്പിള്ളേര് വലുതായി കഴിയുമ്പോഴേ കല്യാണം നടക്കും. അതിനിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം ഞാൻ സഹിക്കാമായിരുന്നു. അവള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ആഫ്രിക്കക്കാരനെയാ. ആ മദാമെ പോലെ ഇരിക്കുന്ന പെണ്ണെ ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ. ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്നും തീരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ മനസ്സിലായോ? പണത്തിന്റെ ആർത്തി മൂത്ത് അവകാശം കൊടുക്കാൻ മടിച്ചിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടു. എല്ലാം സ്വന്തം മകൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ എന്ത് നേടി? ഇപ്പൊ എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലായി. ഞാൻ എൻ്റെ ചേട്ടനെ എന്തുമാത്രം ദ്രോഹിച്ചു. ഇപ്പോൾ അതൊക്കെ ഓർത്ത് ഭയങ്കര വിഷമം തോന്നുക. നാളെ എൻ്റെ ചേട്ടനെയും ജോണിമോനെയും കൂട്ടി എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഈ കേൾക്കുന്നത് സത്യം തന്നെയാണോ? ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ നിങ്ങൾ അറിയിക്കോ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ. മർത്യനായി പൊട്ടിക്കരയണം ഇന്നലെ കൂടെ നടന്നവർ ചൊല്ലിടും വാക്കിന്റെ മൂർച്ചയിൽ കരളറ്റു പോകവേ നേടിയതൊന്നുമേ നേട്ടങ്ങളല്ലെന്ന് ബോധ്യപ്പെടുന്നൊരു നേരമെത്തും. നേടിയതൊന്നുമേ നേട്ടങ്ങളല്ലെന്ന് ബോധ്യപ്പെടുന്നൊരു നേരമെത്തും.
ഇപ്പോഴെപ്പോഴും സ്ഥിരായിരിക്കട്ടെ. ഇന്നെന്താ നാട്ടിലെ പ്രമാണിമാരൊക്കെ ഈ വഴിക്ക് ഉണ്ടായിരിക്കേ? അച്ചോ, ഇന്നലെ വരെ എനിക്കിത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു. പക്ഷേ ചില തിരിച്ചറിവുകൾ നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്തു പറ്റി ഇത്ര വിഷമിക്കാൻ? ഇതിൻ്റെ എല്ലാ വിഷമങ്ങളും മാറി വെച്ചോ. ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുമ്പോൾ ഉള്ളൂ. അതിൽ കൂടുതലുണ്ടായാൽ അത് മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യണം. ഇവൻ പണ്ട് മുതലേ എങ്ങനെയാണ് ചോ, ഒരു കാര്യവും മുൻകൂട്ടി തീരുമാനിക്കാതെ എല്ലാത്തിലും അങ്ങോട്ട് എടുത്തിയാടും. ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അച്ഛൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പാവങ്ങളെ സഹായിച്ച് ഇവിടെ കഴിഞ്ഞോട്ടെ അച്ഛാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാ. ഇവിടെ മതമില്ല, സമ്പത്തിന്റെ ആവശ്യമില്ല. അച്ചോ, ഞങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയി. നിങ്ങളുടെ സ്ഥലവും സമ്പത്തും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, വീടില്ലാതെ തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് വേണ്ടി ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കുക. എന്തായാലും നിങ്ങളുടെ തുറന്ന മനസ്സിന് നന്ദി. എപ്പോഴും ഈ ഗേറ്റ് തുറന്നു തന്നെ കിടക്കും. നാളെ ക്രിസ്മസ് അല്ലേ? ലോകത്തെ നോക്കി പുഞ്ചിരി തൂക്കൂ. ലോകം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. വരൂ, നമുക്ക് ഈ പാവങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് പിരിയാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടി ഉറക്കിടുവാൻ മനതറിൽ നിനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടി ഉറക്കിടുവാൻ മനതറിൽ നിനച്ചിരുന്നു. സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലിടാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലിടാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യക്കനവായി കരുണാഭരണവിനദിനും ആലോലമാട്ടിലടിച്ചിടുവാന